ഹലോ ഗൈസ്, കൊച്ചിയിൽ ഐമാക്സ് വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് അവതാറിന് റിലീസ് ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഐമാക്സിൽ കാണണം എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ തേർഡ് ഡേ വന്നാണ് ഐമാക്സിൽ അവതാർ കാണുന്നത്. ഇതിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേത്തെ ടിക്കറ്റൊന്നും കിട്ടിയില്ല, സൺഡേയിലെ ടിക്കറ്റാണ് കിട്ടിയത്. ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ 1000 റുപ്പീസായിരുന്നു ടിക്കറ്റ് കോസ്റ്റ്. വിത്തിൻ 2 hours തന്നെ 1200 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഹൈപ്പോട് കൂടിയാണ് ഈ മൂവി വന്നിരിക്കുന്നത്. അപ്പോൾ അവതാർ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഐമാക്സിൽ പോയിക്കണവർക്കറിയാം, അവരുടെ ഒരു ബിഗിനിങ് കൗണ്ട് ഡൗൺ ആണ്. അയ്യോ, അത് നൈസായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 3D മൂവി ആയിരുന്നു, ഉറപ്പായിട്ടും അവതാർ കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മിക്സഡ് റിവ്യൂ ആണ് ഞാൻ കേട്ടത് പോണതിന് മുന്നേ. കാരണം ഈ മൂവി ലാഗാണ്, ഈ സീസണോട് കൂടി ഈ മൂവി നിർത്തണം. അതേപോലെ തന്നെ ചിലവർ പറഞ്ഞു നല്ല സീരീസാണ്, ഉറപ്പായിട്ടും തേർഡ് കാണണം. അങ്ങനെ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് പോയത്. കാരണം പുതിയൊരു ക്ലാൻ വരുന്നു, ആ ക്ലാനും ഈ ക്ലാനും തമ്മിലൊരു ഫൈറ്റ്, അതിനിടയ്ക്ക് സ്കൈ പീപ്പിൾ വരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുന്നു. അതുപോലെയൊക്കെ തന്നെയായിരുന്നു മൂവി. പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ള നിങ്ങൾ മൂവി കാണണം. പിന്നെ എടുത്ത് പറയേണ്ടത് വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതൊരു 1.5 ട്രീറ്റ് ആയിരുന്നു. ഞാൻ ഐമാക്സിലെ 3Dയിൽ കണ്ടായിരുന്നോന്നൊന്നും അറിയില്ല, നൈസായിരുന്നു. നമ്മൾ ആ പാൻഡോറ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ ചെന്ന് റിയലായിട്ട് ആ മൂവി കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത് ആഷ് എന്ന് പറഞ്ഞൊരു ക്ലാനിലെ അതിലൊരു ഈവിൾ ക്യാരക്ടറുണ്ട്, ആ ലേഡി ലീഡർ. അതിൻ്റെ ഒരു വർക്ക്, അവരുടെ ഒരു വേ ഓഫ് മാനറിസം, അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും നിങ്ങൾ തേർഡ് കാണുമ്പോൾ ആ ലേഡീനോട് നിങ്ങൾക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഇഷ്ടം തോന്നും. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4th സീസണും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ജേക്കിൻ്റെയും പിന്നെ ഒരു ജനറേഷൻ ചേഞ്ച് വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഇനി അവരുടെ ഫാമിലിയിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഉറപ്പായിട്ടും 4th സീസണും കൂടി ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.